അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു എക്സ്പോ നടക്കുന്നെന്ന് കേട്ടിട്ട് ഓടുന്ന ഓട്ടമാണ് നിങ്ങളൊക്കെ ഈ കാണുന്നത്. അത് ഈ കൊടും മഴയത്ത് പാവം എൻ്റെ ഇക്കാനെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കാതെ എന്തോ വലിയ സംഭവം എന്നും പറഞ്ഞിട്ട് ഞാൻ പാഞ്ഞു പോകുന്ന പോക്കാണ് നിങ്ങളൊക്കെ ഈ കാണുന്നത്. ഇപ്പം അവിടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് എന്തോ വലിയ എക്സ്പോ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് ഞാൻ അതിനകത്തോട്ട് വലിഞ്ഞ് കയറുന്ന രംഗമാണ് നിങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അവിടെ പോയിട്ട് പറ്റിയ പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ തള്ള സഹിക്കത്തില്ല. ദേ ഇത് കണ്ടോ നിങ്ങൾ? അതാണ് ഗായ്സ്. അവിടെ ഒരാൾക്ക് കയറാൻ 50 രൂപയാണ് ടിക്കറ്റ്. അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഒരു റീല് കണ്ടിട്ട് പാഞ്ഞ് ഞാൻ പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ആ റീലിലൊക്കെ കാണിച്ചതുപോലെ യാതൊരു ഹൈപ്പും യാതൊരു സംഭവം അതിനകത്തില്ല. വെറുതെ ഈ മഴയത്ത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം 100 രൂപയും കൊടുത്ത് എന്താ പറയുക, കടിക്കണ പട്ടിയെ വാങ്ങിച്ച് തോളത്ത് വെച്ചു എന്നൊന്നും പറയുന്ന ഒരവസ്ഥയില്ലേ, അത് തന്നെയാണ് ഗായ്സ്. ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇല്ലാത്തവർക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്നതാണ് ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇത്രയൊക്കെ അതിനകത്തുള്ളൂ, അല്ലാതെ വലിയ സംഭവമൊന്നും അതിനകത്തില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുക. ഇതിനകത്തുണ്ടായിരുന്ന കുറച്ച് മീനുകളാണ് ഈ കാണുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. ഇത്തിരി സ്പീഡ് കൂട്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഇത് സാധാരണ നമ്മൾ അക്വേറിയത്തിലൊക്കെ പോയാൽ, ഫിഷ് വിൽക്കുന്ന അക്വേറിയം ഷോപ്പിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന ഐറ്റംസൊക്കെ അതിനകത്തുള്ളൂ, അല്ലാതെ വലിയ ഹൈപ്പൊന്നും അതിനകത്തില്ല. എൻ്റെ പൊന്നു മക്കളെ, പറ്റിപ്പീരിലൊന്നും ചെന്ന് തല വെച്ച് കളയില്ലേ. ദേ എനിക്കൊരു പണി കിട്ടിയതിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഈ കൊടും മഴയത്ത് പാവം എൻ്റെ ഇക്കാനെ വീട്ടിലിരിക്കാൻ വിടാതെ കുറച്ച് കോഴീനെയും പ്രാവിനെയും കിളികളെയും കാണാൻ വേണ്ടി, കുറച്ച് മീനിനെയും കാണാൻ വേണ്ടി ഞാൻ പാഞ്ഞു പോകുന്ന കാഴ്ചയാണിത്. ഇത് എക്സ്പോയിൽ പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോൾ ദേ വരുന്നു ഷൂന്നും പറഞ്ഞൊരു അട്ടഹാസ മഴ. എന്നിട്ട് ഞാൻ വിട്ടു ഇല്ല. പാവം എൻ്റെ ഇക്കാനെ ആ മഴയത്ത് നിന്ന് വലിച്ചിഴച്ച് നമുക്ക് കോട്ട് വിട്ട് പോകാം ഇക്കാന്നും പറഞ്ഞു കോട്ടും വലിച്ച് കയറ്റിപ്പോ ഞങ്ങളോട് ഇറങ്ങി ഇവിടം വരെ എത്തിയപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഞാൻ എന്തോ പറയും എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് വയ്യ. എന്തൊക്കെയോ സിനിമയുടെ ഡയലോഗൊക്കെ പറയണമെന്ന് തോന്നുന്നു, എന്നാലും പറയുന്നില്ല. ദേ അങ്ങനെ അവിടോട്ട് ചെന്നു. എന്താ പറയുക, ദേ കുറച്ച് അവിഞ്ഞ അച്ചാറൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതൊന്നും ആരും മേടിച്ച് കഴിക്കരുതെന്നേ ഞാൻ പേഴ്സണലി പറയത്തുള്ളൂ. കാരണം ഇതൊന്നും ഞാൻ വാങ്ങാറില്ല. കാരണം ഇതിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ചേർക്കും. ചീത്താകാതിരിക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഓക്കെയാണ്, അല്ലാതെ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും ഓക്കെയാണ്. ഇതൊന്നും പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് പിടിക്കില്ല എൻ്റെ പൊന്നുമക്കളെ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അയാൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചിലതിലാണെങ്കിൽ ഉപ്പ്, അപ്പോഴെ തന്നെ ഞാൻ നിന്നപ്പോൾ തന്നെ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് ഇച്ചിരി അച്ചാറും കണ്ടെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഇതേ ഒരു രണ്ടാളം മുടി. അത് കണ്ടപ്പോഴുണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പായി മക്കളെ. ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ മേടിച്ചത് ഈ സാധനമാണ്, തേന്. ഇതെന്തോ വലിയ സംഭവം എന്നൊക്കെയാണ് ആ മാമൻ പറഞ്ഞത്. അതൊരു ഇച്ചിരി പ്രായമായ ഒരു മാമനാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വിഷമം പോലെ തോന്നി, നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ഓർമ്മ വന്നതുപോലെ. അങ്ങനെ ഞാൻ അങ്ങേരുടെ അടുത്തുനിന്ന് ഒരു തേന് മേടിച്ചു. ഇപ്പം ഇക്ക പറഞ്ഞു നല്ലതാണ്, മേടിച്ചോളാൻ പറഞ്ഞു. അതുമാത്രമാണ് ഇവിടെ 100 രൂപയും മുടക്കി പോയപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു ഐറ്റംസ്. അല്ലാതെ മറ്റൊരു സാധനവും ഞാൻ അവിടെ വാങ്ങാനും പോയില്ല, എനിക്ക് ഇഷ്ടവും പെട്ടില്ല. സാധാരണ എക്സ്പോയിലൊക്കെ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങത്തുള്ളൂ. ഇത് ഒരു അരമണിക്കൂർ എടുത്തില്ല. ഈ നമ്മുടെ വീഡിയോസ് എത്ര മിനിറ്റ് ഉണ്ടോ അത്രയിലും കുറച്ചൊരു 10 മിനിറ്റ് കൂടുതലേ ഞാൻ അവിടെ നിന്നുള്ളൂ. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇറങ്ങി. പിന്നെ അവിടെ കൊണ്ടായിരുന്നു കുറച്ച് ബാഗും കാര്യങ്ങളും. അത് ഇക്ക ഒരെണ്ണം നോക്കിയായിരുന്നു. അവൻ മാക്സിമം എൻ്റെ ഇക്ക പറ്റിക്കാൻ നോക്കി. ഞങ്ങൾ വീണില്ല ഗൈസ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും സംഭവങ്ങളൊക്കെയാണ്. ഒരു അപ്പോൾ അവിടെ ഇരുന്ന് തല്ലുന്നൊക്കെ ഉണ്ട്. നാടൻ എന്നാണ് പറഞ്ഞ്, ഫ്രഷ് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഓക്കെ എന്ന് തോന്നിയില്ല. ഇതിനേക്കാളും വളരെ കുറവായിട്ടാണ് കടകളിലുള്ളതായിട്ട് എനിക്കറിയാമെന്നുള്ളത്. പിന്നെ നമ്മളതൊന്നും വാങ്ങില്ല. പിന്നെ കുറച്ച് പച്ചക്കറി വിത്തുകളും അങ്ങനെ ഇങ്ങനെ ചെരുപ്പ്, എന്താ പറയുക, ബാഗ്, കുറച്ച് ബെൽറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് ഓർഗാനിക്സ് ഐറ്റംസ്, പിന്നെ ഒരു കാറിൻ്റെയൊക്കെ സംഭവം, എന്തുവാ പിന്നെ ഇത് ഫുഡിൻ്റെയൊക്കെയാണ്. നമ്മളവിടെ ഒന്നും മേടിച്ചില്ല, കഴിച്ചില്ല. നമ്മളിതേ പുറത്തോട്ട് വലിഞ്ഞിറങ്ങി. അങ്ങനെ ഇക്ക വണ്ടി എടുക്കാനായിട്ട് പോയി.
ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, അപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തട്ടുദോശ നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ മൂഞ്ചിച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഉപ്പുമില്ല, ചപ്പുമില്ല, എരിയും ഇല്ല, പുളിയും ഇല്ല. ആകെപ്പാടെ ഒരു മൂഞ്ചിരി ദിവസമായിരുന്നു, പറ്റിപ്പിരി ദിവസമായിരുന്നു ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അസ്സലാമു അലൈക്കും.